ഇവിടെ എടുക്കുമ്പം പിന്നെ കടകംപള്ളി മന്ത്രിയായിരുന്നപ്പോൾ ഇരുന്ന പത്മകുമാർ പ്രസിഡന്റ്, ഇപ്പോൾ എടുക്കുമ്പോൾ കെ ജയകുമാർ IAS. കെ ജയകുമാർ IAS ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത ആളാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ആണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ആരെ ബ്രീഫ് ചെയ്യണം? മന്ത്രിയെ പോയി ബ്രീഫ് ചെയ്യണം, വാസവനെ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യണം പോയിട്ട്, അല്ലെ ആരെങ്കിലും പോയി ബ്രീഫ് ചെയ്യും. ഈ ഒരു നെറ്റ്വർക്ക് കൂടെ ഉണ്ട്, കേരളത്തിലുണ്ട്. മറ്റ് സംസ്ഥാന ഇപ്പം കേന്ദ്രത്തിൽ അത്രയും ഇല്ല, നമ്മളത് മനസ്സിലാക്കണം. കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥ ലെവൽ ഒരു ലെവൽ നിൽപ്പുണ്ട്, മന്ത്രിമാരുടെ ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ലെവലാണ്. അപ്പോൾ അവിടെ ദൈനംദിന കാര്യങ്ങളിലൊന്നും മന്ത്രിമാർ എന്ത് ചെയ്യാറില്ല, ഫയൽ കാണാറ് പോലും ഇല്ല, കാണാൻ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഡെലിഗേഷന് പവർ ഒരുപാട് കൊടുത്തിട്ടുണ്ട് താഴെയുള്ളവർക്ക് പലതും സാങ്ഷൻ ചെയ്യാൻ. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ കുഞ്ഞു കാര്യം പോലെ ഒരു ട്രാൻസ്ഫർ, പോസ്റ്റിംഗ്, എല്ലാ കാര്യവും എവിടെ പോകും? മന്ത്രി അറിയാതെ ഇല പോലും അലങ്ങത്തില്ല ഇവിടെ. അതാണ് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പരിസ്ഥിതി. അപ്പോൾ സ്വാഭാവികമായിട്ട് പത്മകുമാറിനെ പോലുള്ള CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA-യും പിന്നെ വലിയ നേതാവ്, ചെറിയ നേതാവല്ല, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ആരോട് ചോദിച്ചു കാണും? ഇദ്ദേഹത്തിനടുത്ത് സൂചിപ്പിച്ച് കാണും. ഇത് കഴിഞ്ഞിട്ടെങ്കിലും സൂചിപ്പിച്ച് കാണും. അങ്ങനെ സൂചിപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മന്ത്രിക്ക് കഴിവില്ല, തൻ്റെ കീഴെയുള്ള താഴെയുള്ള ഒരു ആൾ വന്ന് പറയുന്നില്ല തന്നോട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ധിക്കാരം, എന്തോ സംഭവിച്ചു. പക്ഷെ എന്തായാലും ഒരു കത്ത് ഇതിനകത്ത് കിടപ്പുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.